السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട എൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, യുദ്ധമല്ല സമാധാനമാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് വിശ്വസിച്ചമാക്കി രണ്ട് വാക്ക് സംവദിക്കാനാണോ ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റിരുന്നിട്ടുള്ളത്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. ഞാനൊരു ചോദ്യം ഉന്നയിച്ചു കൊണ്ട് തുടങ്ങുകയാണോ. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനാരാണ്? ഭൂരിഭാഗം ആളുകളും പറയുന്നത് കൂടുതൽ ആയുധങ്ങളുള്ളവൻ അല്ലെങ്കിൽ കൂടുതൽ സൈന്യങ്ങളുള്ളവൻ എന്നാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നതോ മറ്റൊന്നാണ്. വാളുകൊണ്ട് ജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, മറിച്ച് ക്ഷമ കൊണ്ടും കരുണ കൊണ്ടും ഹൃദയത്തെ കീഴടക്കുന്നവനാണോ യഥാർത്ഥ ശക്തൻ. ഈ വർത്തമാന കാലഘട്ടത്ത് ഏറെ പ്രസിദ്ധമാണ് യുദ്ധം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകളും കുടുംബങ്ങളും സമ്പത്തുകളും നഷ്ടപ്പെട്ട് അവർ അഭയാർത്ഥികളാവുകയാണ്. ഈ സാഹചര്യത്തിൽ ചിലർ ഇസ്ലാമിനെ ഒരു യുദ്ധത്തിന്റെ മതമായി ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ഖുർആനിനെയും പഠിച്ചവർക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്. അല്ലാഹു തആല തന്റെ അതിവിശാലമായ ഖുർആനിൽ പറയുന്നത് കാണാം, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു തആല ഓരോ മനുഷ്യനെ ക്ഷണിക്കുന്നത് വിദേശത്തിലേക്കല്ല, മറിച്ച് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഇത് മാത്രമല്ല, മങ്കദല നഫ്സൻ എന്ന് തുടങ്ങുന്ന മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ആരെങ്കിലും ഒരു നിരപരാധിയുടെ ജീവൻ അപഹരിച്ചാൽ അത് മുഴുവൻ മനുഷ്യരാശിയുടെയും ജീവൻ അപഹരിച്ചതിന് തുല്യമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യവിശുദ്ധിയെ പറ്റി ഇതിലും അധികം ഇനി പറയാൻ വേറെ എന്താണുള്ളത്? മുത്തുനബി തങ്ങൾ പറയുന്നത് കാണാം, അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ളവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെടുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന്. ഈ ഹദീസ് നമ്മോട് പറയുന്നതോ ഒരു മുസ്ലിമിന്റെ സ്വഭാവം മറ്റു മുസ്ലിമിന് ഭയമെന്നില്ല, മറിച്ച് സംരക്ഷണമാണ് നൽകേണ്ടത് എന്നാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാം. കുറച്ചധികം നൂറ്റാണ്ടുകളെ പിന്നോട്ടേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മക്ക വിജയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഏറെ കാലങ്ങളായി മക്ക മുശ്രിക്കീങ്ങളുടെ പീഡനത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്ക മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ വിജയികളായി നിൽക്കുമ്പോൾ ചുറ്റും നിന്നിരുന്ന ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിച്ചതോ പ്രതികാരമായിരുന്നു. എന്നാൽ കുത്തിയൊലിക്കുന്ന സമാധാനത്തിന്റെ അരുവിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും സമാധാനം ഉയർത്തി എന്നുള്ളതാണ് വാസ്തവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇത്രമാത്രം: ഇന്ന് നിങ്ങളുടെ മേൽ കുറ്റച്ചുമത്തലുകളില്ല, ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ്. സ്വന്തം എതിരാളികളോട് പോലും സമാധാനത്തെ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയൊരു നേതാവായിട്ട് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. ഇത് മാത്രമല്ല, ഹുദൈബിയ സന്ധിയും ഇതിന് മറ്റൊരു ഉദാഹരണം തന്നെയാണ്. ചില നിബന്ധനകൾ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി വന്ന സാഹചര്യത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രക്തച്ചൊല്ലിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി സമാധാനം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തോ യുദ്ധം വെറും വാളുകൾ കൊണ്ടോ തോക്കുകൾ കൊണ്ടോ മാത്രം അടങ്ങുന്നതല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റുകളും ഓരോ റീലുകളും ഓരോ ക്യാപ്ഷനുകളും ഇതിന് ഭാഗമാകുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തോ നമുക്കൊരു യഥാർത്ഥ മുസ്ലിമിനെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ മാതാപിതാക്കളോടും സ്കൂളിൽ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും സമൂഹത്തിലെ അയൽവാസികളോടും എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു അതുപോലെ മര്യാദയിൽ പെരുമാറുന്നവനെയാണ് നമുക്ക് ഈ ആധുനിക കാലത്ത് ഒരു മുസ്ലിമായി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. എന്തിനേറെ ഓരോ മുസ്ലിമിന്റെയും ഓരോ പവിത്രമാക്കപ്പെട്ട ദിവസവും തുടങ്ങുന്നത് അസ്സലാമു അലൈക്കും എന്ന തിരുവചനങ്ങൾ കൊണ്ടാണ്. എന്താണ് ഓരോ മുസ്ലിമും ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. ഇന്ന് കണ്ടവനാവട്ടെ, ഇന്നലെ പരിചയപ്പെട്ടവനാവട്ടെ, ഇനി കാണാനിരിക്കുന്നവനാവട്ടെ, കാണുന്നവരോട് എല്ലാവരോടും വിളിച്ചു പറയുന്നതോ അവന്റെ നേതാവ് പറഞ്ഞ ഒരൊറ്റ സമാധാനം മാത്രമാണോ? പ്രിയമുള്ളവരെ, ഇത് തന്നെ നമുക്ക് സമാധാനത്തിന് വലിയൊരു ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. ഈ റബീഉൽ അവ്വൽ മാസത്തിലോ നമ്മുടെ പ്രവാചകന് വേണ്ടി നമുക്ക് അത്രയും ഏറെ പീഡനങ്ങൾ സഹിച്ച മുത്തുനബിക്ക് വേണ്ടി കൂടുതൽ സ്വലാത്ത് ചൊല്ലണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.